അപ്പോൾ ഇന്ന് നമുക്ക് പ്രഷർ ടെസ്റ്റ് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മുടെ CPVCൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി പ്രഷർ ടെസ്റ്റ് ചെയ്യുക, അതിനുശേഷം അടയ്ക്കുക. പ്രഷർ ടെസ്റ്റ് ചെയ്ത് ലീക്കുകളൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ അടയ്ക്കാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും. അപ്പോൾ ആദ്യം തന്നെ ഒരു പോയിൻറ്റിൽ നമ്മളെ പ്രഷർ ടെസ്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി പോയിൻറ്റുകളൊക്കെ നല്ല ത്രെഡ് സീൽ അടിച്ച് പ്രോപ്പറായിട്ട് സ്റ്റോപ്പർ ഇട്ട് വെക്കേണ്ടതാണ്. അതിനുശേഷം നമ്മൾ ഡൈവേർട്ടറും കൂടെ ഒന്ന് ഓണാക്കി കൊടുക്കണം. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കൺസീൽഡ് ഫ്ലഷ് ടാങ്കിൻ്റെ ടോപ്പ് ഊരിയിട്ട് അതിൽ ആംഗിൾ കോക്ക് ഓഫാണെന്ന് ഉറപ്പ് വരുത്തണം. അതിനുശേഷം പ്രഷർ ടെസ്റ്റിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പമ്പ് ചെയ്ത് കൊടുക്കുക. കുറച്ച് നേരം നന്നായിട്ട് പമ്പ് ചെയ്താൽ പ്രഷർ ലോഡാവുന്നത് നിങ്ങൾക്ക് ആ സൂചിയിൽ കാണാൻ പറ്റും. വീണ്ടും നന്നായിട്ട് പമ്പ് ചെയ്തിട്ട് പ്രഷർ ഏകദേശം ഒരു 10ൽ സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മളിപ്പോൾ പ്രഷർ ടെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം ഒരു 3 മണിക്കൂറായി. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരു പോയിൻ്റ് കുറവാണ്. അപ്പോൾ അതിനർത്ഥം എവിടെയോ ലീക്കുണ്ട്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഡൈവേർട്ടറിലൊന്നും ഒരു ലീക്കും ഇല്ല, അതൊക്കെ റെഡിയാണ്. അപ്പോൾ നമ്മൾ സ്റ്റോപ്പർ ഇട്ട് വെച്ച് ഒന്നിൽ നന്നായിട്ട് ലീക്കാവുന്നുണ്ട്. അപ്പോൾ നമ്മളത് അയച്ചിട്ട് വീണ്ടും ത്രെഡ്സിലിട്ട് നന്നായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വീണ്ടും നമ്മൾ പ്രഷർ അടിച്ച് 10ലാക്കി വെക്കുക. മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും നമ്മളിത് വെക്കണം, പ്രഷർ അടിച്ച് വെക്കണം. എന്നാലേ ലീക്ക് ഉണ്ടോ ഇല്ലയെന്ന് മനസ്സിലാവുള്ളൂ. അതിന് ശേഷം മാത്രമേ അടയ്ക്കാവൂ. അപ്പോൾ പ്രഷർ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിക്കുക.